A+ലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് വളരെ ചിന്തിക്കേണ്ടതായ ചില വിഷയങ്ങൾ ചില കമൻറ്റുകളിലൂടെ വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു കമൻറ്റ് ഈ ചാനലിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് എയർ കണ്ടീഷൻ വെക്കാമോ എന്നുള്ള ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യത്തിന് അതിനെ സംബന്ധിച്ച് ചെയ്ത എപ്പിസോഡിന് വലിയ ഒരു സ്വീകാര്യത ഉണ്ടായി. നിരവധി ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും അല്ലാത്തവരുമൊക്കെ ആ ഡിസ്കഷൻ്റെ പങ്കാളികളായി. അപ്പം അതുപോലെ ഉള്ള ഒരു സാധനം കഴിഞ്ഞ 2 ദിവസം മുമ്പ് കമൻറ്റ് ബോക്സിൽ എനിക്ക് കാണാൻ ഇടയായി. അതിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യം ഇതാണ്: സാർ, ലൈഫ് മിഷൻ്റെ വീട് പൂർത്തിയായി, വീട് കിട്ടി, വീട് പൂർത്തിയായി, ഇനി എനിക്ക് ഇത് വാടകയ്ക്ക് കൊടുക്കാമോ? ഇതാണ് ചോദ്യം. ഞാൻ ചിരിക്കാതെ ചിരിച്ചു. നിങ്ങളതിനെ കുറ്റം പറയരുത് കേട്ടോ. ചില ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ ചിരിച്ചു പോകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറെക്കുറെയുള്ളൊരു അവസ്ഥ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകും. നമ്മളൊക്കെ കരുതുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. 1600 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാൾ എയർ കണ്ടീഷൻ ഉള്ള ഒരു വീട്ടിൽ താമസിച്ചുകൂടെ, അവർക്ക് AC വെച്ചുകൂടെ എന്നൊക്കെ ചോദിച്ച ആളുകൾ ഉണ്ട്. ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല. നിങ്ങൾ അതിൻ്റെ വരികൾക്കിടയിലുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഊഹിച്ചെടുക്കാം എന്നുള്ളതാണ്. നമുക്ക് നെയ്മീനും കൂട്ടി നമുക്ക് ഊണ് കഴിക്കാം, നമുക്ക് മത്തിക്കറി കൂട്ടിയും നമുക്ക് ഊണ് കഴിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ചമ്മന്തി മാത്രം കൂട്ടിയും നമുക്ക് ചോറ് കഴിക്കാം. ഞാൻ പണ്ട് തുറന്നു പറയാം, ഞാൻ പണ്ട് എൻ്റെ ബാല്യകാലത്ത് ചമ്മന്തി മാത്രവും കൂട്ടി ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ട്. ചക്ക മാത്രം, കപ്പ മാത്രമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ കുടുംബം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ ബാല്യവും പകുതി യൗവനം വരെയുമൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിച്ച ഒരു കുടുംബമാണ്. എനിക്ക് സ്വയം പുകഴ്ത്തി പറയാനോ പൊങ്ങച്ചം പറയാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും അതിൻ്റെയൊക്കെ ഓർമ്മകൾ അതേപടി ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും സങ്കടങ്ങൾ കണ്ടാലും എനിക്ക് കരച്ചിൽ വരും. ഞാൻ പലപ്പോഴും പല രാത്രികളിലും ചില ആളുകളുടെ കമൻറ്റുകൾ വായിച്ചു, അതുപോലെ അത്തരത്തിലുള്ള ചില വിഷ്വൽസൊക്കെ കണ്ട് വല്ലാതെ മനസ്സ് വേദനിക്കാറുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ബാല്യകാലം ഞാൻ ഓർത്തു പോകാറുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയും നമുക്ക് ജീവിക്കാമെന്നുള്ളതാണ്. ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും. എറണാകുളത്താണെങ്കിൽ ശരിക്കും ഒരു ദിവസം 50 രൂപ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. ഈയിടെ കുടുംബശ്രീ ഹോട്ടലിൽ രാവിലെ 20 രൂപയ്ക്ക് 4 ഇഡ്ഡലിയും ഒരു ചായയും കിട്ടും. 20 പ്ലസ് 10 30 രൂപയ്ക്ക് നമുക്കിത് കഴിക്കാൻ പറ്റും. ഉച്ചയ്ക്ക് വെറും 20 രൂപയ്ക്ക് ഊണ് കിട്ടും. രാത്രി ഈ പറഞ്ഞതുപോലെ 20 രൂപയുടെ കഞ്ഞി കിട്ടും. അല്പം കൂട്ടിപ്പോയി ഒരു 3 ദോശ കൂടെ കഴിക്കണമെങ്കിൽ 30 രൂപയ്ക്ക് കഴിക്കാം. അപ്പോൾ കൂട്ടി നോക്കൂ, 50-60 രൂപയ്ക്കകത്ത് ഒരാളിന് എറണാകുളത്ത് കഴിക്കാം. 3000 രൂപയ്ക്ക് കഴിക്കാം, 30,000-ന് കഴിക്കാം. അതെല്ലാം ഓരോ സ്ഥിതിയാണ്. അതനുസരിച്ച് നമ്മൾ മാറും. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ലൈഫ് മിഷൻ ആർക്കാണ് കൊടുക്കുന്നത്? വീടുകൾ കൊടുക്കുന്നത്. ഈ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മിഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ലൈഫ് മിഷൻ. 4 മിഷനുണ്ട്. അതിൽ ഒന്നാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. ഹരിത മിഷൻ ഉൾപ്പെടെയുള്ള മറ്റു ഇതുണ്ട്. 72 എപ്പിസോഡുകളാണ് ഈ ചാനൽ ലൈഫ് മിഷന് വേണ്ടി മാത്രം ചെയ്തത്. അത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരുടെ ചില സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ്. അന്ന് അതിലൊക്കെ തന്നെ പാവപ്പെട്ട ആളുകൾ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചില കമൻറ്റ് വരാം, അങ്ങനെ നിങ്ങൾ എപ്പോഴും പാവപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് എന്തിനാ എന്ന് വരെ ചോദിച്ച കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾ പാവപ്പെട്ടവനാണെന്ന് മറ്റൊരാൾ കരുതുന്നത് പോലും ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. ഞാൻ പറയാറുണ്ട്, ഞാൻ പാവപ്പെട്ടവനാണെന്ന് ഞാൻ പറയാറുണ്ട്. പാവപ്പെട്ടവൻ എന്ന് പറയുന്നതിൽ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാവപ്പെട്ടവനായി ജീവിച്ച നിരവധി വലിയ മനുഷ്യരുണ്ട്. ഇന്നും സമ്പന്നരായ ഒരുപാട് ആളുകൾ ഒരു ദരിദ്ര ജീവിതം നയിച്ച ആളുകളുണ്ട്. ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷേങ്കിലും അവർ ലളിത ജീവിതം നയിക്കുന്ന ആളുകളാണ്. എല്ലാം കൂടി എപ്പിസോഡിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ലൈഫ് മിഷനിൽ ഇതിൽ 3 ഘട്ടങ്ങളാണ് ലൈഫ് മിഷൻ വെച്ചത്. ഒന്ന്, നേരത്തെ പല ഈ ഈ വീടുകൾക്ക് വേണ്ടിയുള്ള പല പദ്ധതികളുണ്ടായിരുന്നു. EMS ഭവന പദ്ധതി, ലക്ഷം വീട് പദ്ധതി, അങ്ങനെ പല പദ്ധതികളും ഉണ്ടായിരുന്നു. ആ പദ്ധതികളുടെ പണം കൊടുത്തിട്ടും പലപ്പോഴും പൂർണ്ണമായും വീട് വെക്കാത്തവരുണ്ട്, മെയിൻ്റനൻസ് നടത്താത്തവരുണ്ട്, റിപ്പയർ ചെയ്യാത്തവരുണ്ട്. അവർക്കെല്ലാം സുഖമായ നല്ലൊരു വീട് ആക്കുന്നതിന് ചിലവ് കൊടുക്കുക. അതാണ് ആദ്യഘട്ടം. ആ വീടുകളെയെല്ലാം സമ്പൂർണ്ണമായും വീടുകളാക്കി മാറ്റുക.
രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഭൂമിയുണ്ട് എന്നാൽ വീട് വെക്കാൻ പൈസയില്ല, അവർക്ക് ഫണ്ട് കൊടുക്കുക. മൂന്നാം ഘട്ടം ഭൂമിയുമില്ല വീടുമില്ല, അവർക്ക് ഭൂമി വാങ്ങാനും പിന്നീട് വീട് വെക്കാനും പൈസ അനുവദിക്കുക, അല്ലെങ്കിൽ സർക്കാർ തന്നെ ഫ്ലാറ്റുകളോ സമുച്ചയങ്ങളോ വെച്ചു കൊടുക്കുക. ഇങ്ങനെ 3 ഘട്ടങ്ങളായിരുന്നു. 2016 ജൂലൈയിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്, നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ്. അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക്കാണ്, അദ്ദേഹമാണ് അദ്ദേഹമാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് അത് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇത് പ്രഖ്യാപിച്ചു, അതിനെ തുടർന്നാണ് ഇത് കിട്ടിയത്. എങ്ങനെയുള്ളവർക്കാണ്? ഒന്ന്, ലൈഫ് മിഷനിൽ ഭൂമിയോ വീടോ ഇല്ലാത്തവർ, ഭൂമിയുണ്ട് വീടില്ലാത്തവർക്കാണ് കൊടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുന്നത് ദരിദ്രരിൽ ദരിദ്ര വിഭാഗം, അങ്ങനെ അത് ഫസ്റ്റ് പ്രിയോറിറ്റി. അങ്ങനെ താഴേക്ക് വരുന്ന പ്രിയോറിറ്റികൾ കൊടുത്താണ് വീട് അനുവദിച്ചത്. അപ്പോൾ വീടില്ലാത്തവർക്കാണ് ലൈഫ് മിഷൻ വീട് കൊടുക്കുന്നത്. അങ്ങനെ വീട് കിട്ടിയ ഒരാൾ ആണ് ചോദിക്കുന്നത്, വീടൊക്കെ എനിക്ക് പൂർത്തിയായി, ഫണ്ടെല്ലാം കിട്ടി, ഇനി ഞാൻ വാടകയ്ക്ക് കൊടുക്കട്ടെ എന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇനി അവർ വാടകയ്ക്ക് കൊടുത്തിട്ട് ഏത് വീട്ടിലാണ് താമസിക്കുന്നത്? ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ, ആരും എന്നെ ചീത്ത വിളിച്ചു കളയരുത്. എവിടെയാണ് അവർ കിടക്കുക? അപ്പോൾ അവർക്ക് വേറെ വീടുണ്ടായിരുന്നു, വീട് ഉണ്ടായിട്ടും അവർ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നു. അത് ചിലപ്പോൾ കെട്ടുറപ്പുള്ള വീടല്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല വീടായില്ലേ, എന്തുകൊണ്ട് അവർ അതിൽ താമസിക്കുന്നില്ല? അപ്പോൾ ആ കെട്ടുറപ്പ് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ഇത് കിട്ടാൻ വേണ്ടിയുള്ളതായിരുന്നോ? അത് നമ്മൾ സംശയിക്കേണ്ടതില്ലേ? അപ്പോൾ അർഹത ഉള്ളവർ തന്നെയാണോ ഈ ലിസ്റ്റിൽ വന്നത്, അതോ അല്ലാത്തവരും ഇതിനകത്ത് കയറിപ്പറ്റിയിട്ടുണ്ടോ? വീട് കിട്ടുന്നതിന് മുമ്പ് തന്നെ വാടകയ്ക്ക് കൊടുത്ത് അതിൻ്റെ വാടക വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്, അഥവാ ഞാൻ ചെറ്റക്കുടിൽ ഉള്ളവരാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ നല്ല ബലമുള്ള വീട്ടിലല്ല താമസിക്കുന്നതെങ്കിലും എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല, അതുകൊണ്ട് ഈ കിട്ടിയ ലൈഫ് മിഷൻ വീട് വാടകയ്ക്ക് കൊടുത്ത് ആ പൈസ വാങ്ങി ഞാൻ ഈ ചെറ്റക്കുടിൽ തന്നെ കിടന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കരുതിയിട്ടാണോ? അതിൻ്റെ റീസൺ എനിക്ക് എന്താണെന്ന് അറിയില്ല, അവരെന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഇതൊരു ചോദ്യമാണ്. അപ്പോൾ പല പദ്ധതികളും എവിടേക്കാണ് പോകുന്നത്? അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണോ ഇത് പോകുന്നതെന്ന് സംശയിക്കേണ്ട ചില കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് വേറെയും ആളുകൾ വന്നു, ഞാൻ 1-ാം നില ലൈഫ് മിഷൻ്റെ കൂടെ ഞാൻ 1-ാം നില വെക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മുറി കൂടുതൽ എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അതിൽ നിന്നും ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എടുത്തു, നിങ്ങൾക്ക് കൂടുതൽ അഡീഷണലായിട്ട് കുറേ വരുമാനം കിട്ടി, നിങ്ങൾക്ക് കുറേ സംഭാവന കിട്ടി, അങ്ങനെയൊക്കെ വരുന്നെങ്കിൽ വീട് വെച്ചൂടെ, എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഒരു ലോട്ടറി അടിച്ചു, അപ്പം ലൈഫ് മിഷൻ്റെ കൂടെ 2 മുറി കൂടുതലെടുത്തു, ഇല്ലെങ്കിൽ 1-ാം നില കൂടുതൽ കിട്ടി, എന്താ കുഴപ്പം? അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഒരു ചോദ്യത്തിലാണ് എനിക്കൊരു സംശയം തോന്നിയത്, ഈ വീട് തന്നെ അങ്ങ് വാടകയ്ക്ക് കൊടുത്ത് കളയാമെന്നുള്ളത്. വീട് വിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരു പക്ഷേ അവരുടെ ഭൂമിയുണ്ട്, മക്കളെ വല്ലതും കെട്ടിക്കാനായിരിക്കും, അതുകൊണ്ട് ഇനി നിവർത്തിയില്ല, വീടും വെച്ചു. ചിലപ്പോൾ കടമായി പോയവരുണ്ടാകും. പല ആളുകളും വീടൊക്കെ ഇച്ചിരി വിപുലീകരിച്ച് വെച്ചിട്ടുണ്ട്, സ്വാഭാവികം. ആ വീട് ഞെരുങ്ങും. അവർ പറയുന്ന ഈ ഫണ്ടുണ്ടെന്നും ഒരാളിനും 4 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ആകെ 4 ലക്ഷം രൂപ 2016 പ്രഖ്യാപിച്ച പദ്ധതിക്ക് 2024 ഈ 4 ലക്ഷം രൂപയുടെ മൂല്യം എത്രയാണ്? എല്ലാ സാധനങ്ങൾക്കും വില കൂടിയില്ലേ? കെട്ടിട നിർമ്മാണ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് വന്നിട്ടുള്ളത്, വർധനവാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ പല ആളുകൾക്കും താങ്ങാനാവില്ല. അതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയും ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രമാണ്. ഇത് ആരെയും കുറ്റപ്പെടുത്താനല്ല, എന്നും കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇങ്ങനെയൊക്കെയും ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് ഒരു പൊതുജന താല്പര്യാർത്ഥമുള്ള ഒരു ചാനലായതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് ഒരുപാട് ആളുകളുടെ പ്രതികരണ ശേഷിയാണ് ഒരു സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. ചരിത്രത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള പ്രതികരണമുള്ളവർ ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ തൊട്ടടുത്ത ഈ ഇലക്ഷൻ റിസൾട്ടിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അത് പല ആളുകളെയും പാഠം പഠിപ്പിച്ചു. നമ്മളത് ദേശീയ തലത്തിലായിരുന്നാലും സംസ്ഥാന തലത്തിലായിരുന്നാലും പാഠം പഠിപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ. അതൊക്കെ ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പോകണം. അതുകൊണ്ട് ഇതൊരു സോഷ്യൽ ചാനലായിട്ട് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക എന്നതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇനിയും പല വിഷയങ്ങളും ഡിസ്കസ് ചെയ്യാം. നന്ദി.